അതെ, നമുക്കേ 3 കിലോൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്ങും കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നത് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 kgയുടെ കേക്കാണെങ്കിലും അതിൽ വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും സ്പഞ്ച് മിക്സ് ചെയ്തിട്ട് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 kgയുടെ ടിന്നിൽ 1.5 കിലോൻ്റെ ബാറ്ററായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും അതേ സെയിം ടിന്നിൽ 1.5 kgയുടെ ബാറ്ററായിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പഞ്ചൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഞാൻ 3 ലെയറായിട്ടും വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഞാൻ 2 ലെയറായിട്ടോട്ടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൽ നിന്ന് ഒരു 3 ലെയറിലത്തെ ഒരു ലെയർ ആദ്യം വെച്ച് കൊടുത്തിട്ട് മറ്റൊരു ലെയർ എടുത്തിട്ട് സൈഡ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ വലുപ്പാക്കി എടുത്തു കേട്ടോ, റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തു ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ഷുഗർ സിറപ്പ് ഇട്ടു കേട്ടോ. ഷുഗർ സിറപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പാലിൽ 2-3 ചെറി എടുത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനുശേഷം ഷുഗർ സിറപ്പ് നല്ലോണം വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് ചെറി ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചായിരുന്നു. വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൽ നിന്ന് ഇതുപോലെ ആദ്യത്തെ ഒരു സ്പഞ്ച് വെച്ച് മറ്റൊരു സ്പഞ്ച് എടുത്ത് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തികയാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ചെറിയ പീസുകൾ വെച്ചിട്ട് കണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിയിലത്തെ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ അതേ വലിപ്പവും വീഡിയോ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ മുകളിലത്തെ സ്പഞ്ചും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സാധാരണ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൽ നമ്മൾ എന്താണോ ചേർക്കുന്നത് അതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ വിപ്പിംഗ് ക്രീം ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കണേക്കാളും നല്ലത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലത്. ഞാനൊരു 4-5 പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ല സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെച്ച ചെറിയും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് അല്ലേ ചേർക്കാറ്. അപ്പോൾ അതുപോലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഇതും കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 3ാമത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. 3ാമത്തെ ലെയറായിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ വെച്ച് കൊടുത്തിട്ട് 3 ലെയർ തന്നെയുള്ള നമ്മൾ ചെയ്യണതിന്. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആക്കിയെടുക്കണം കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കറക്റ്റ് ചെയ്തിട്ട് ഒരേപോലെ ഫ്ലാറ്റ് ആക്കിയ രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ സൈഡുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ സൈഡുകൾ ഭാഗം ഒന്നും കൂടി താഴ്ന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പീസുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ പീസ് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കണ പോലെ വെച്ച് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും കൂടി മിക്സ് ചെയ്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമറുടെ കയ്യിൽ നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു കേക്ക് തന്നെയായിരുന്നു ഇത്. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ 3 kgയുടെ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നെന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി. കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം സൈഡ് ഭാഗത്ത് കുറേയൊക്കെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ലെയറാക്കുന്ന കത്തിയില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഭാഗം നല്ല ഭംഗിയുള്ള ഷേപ്പായി കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ക്രീം വെച്ച് കൊടുത്താൽ നമുക്കറിയാം ആ ഭാഗത്ത് തള്ളി നിൽക്കുന്നുണ്ടോ ഇനിയെന്ന്. അങ്ങനെ തള്ളി നിൽക്കണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ സൈഡ് എല്ലാ 4 ഭാഗങ്ങളിലും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ക്രീമൊക്കെ നല്ലതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എവിടെയും തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ആദ്യം നമ്മൾ ക്രം കോട്ടായിട്ട് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ക്രീം ഇപ്പോൾ ചെയ്യണില്ല. അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയിട്ട്. അതാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഒപ്പം തന്നെ ക്രീം ഇടുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുക്കാറ്. അപ്പോൾ ക്രം കോട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാ ബാക്കി നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത കോട്ടിങ് കൊടുക്കുന്നത്. നമ്മളെ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ക്രീം എത്തും. നമ്മൾ അതിന് പകരം പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രീം ഇതുപോലെ കോരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആവുമെന്ന് വരില്ല. അത് നമുക്ക് കേക്കിൻ്റെ ഫിനിഷിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കേക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ ഉള്ള കേക്ക് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നല്ലത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം വെക്കേണ്ട. അതാകുമ്പോൾ നമുക്ക് എളുപ്പം കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കുന്നത് കേട്ടോ. റൗണ്ട് കേക്കിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് സ്ക്വയർ കേക്ക് ചെയ്താനും അതിൻ്റെ ഫിനിഷിങ്ങിനൊക്കെ. റൗണ്ട് കേക്ക് നമുക്ക് പെട്ടെന്ന് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വേണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കേക്കിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അധികമൊന്നും കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്തായാലും കേക്കിൻ്റെ വീഡിയോസ് കൂടുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്യുക. ആദ്യം മുകൾ ഭാഗം നല്ലതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈഡ് ഭാഗങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ സ്പാച്ചിലയിലുള്ള പാലറ്റ് നൈഫിലുള്ള ക്രീം ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ അതിങ്ങനെ പോലെ ചെയ്യാനും. ഇപ്പോൾ നമ്മൾ സ്പീഡാക്കിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്തതാണ്. അപ്പോൾ നമ്മൾ നല്ല പതുക്കെ തന്നെയാണ് കേട്ടോ ക്രീമിൻ്റെ മുകളിലൊക്കെ തന്നെ കേക്കിൻ്റെ മുകളിലൊക്കെ ക്രീം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പാലറ്റ് നൈഫ് ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് വലിയൊരു പാലറ്റ് നൈഫ് തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത് കേട്ടോ. കേക്ക് കുറച്ചുകൂടി വലുതാകുമ്പോൾ നമ്മൾ വലിയ പാലറ്റ് നൈഫ് തന്നെ ഉപയോഗിക്കുന്നത് നല്ലത്. സൈഡ് ഭാഗങ്ങൾക്ക് എപ്പോഴും തന്നെ ഉപയോഗിക്കേണ്ട നല്ലത്. ഓരോ പ്രാവശ്യം നമ്മൾ സൈഡൊക്കെ ക്ലിയർ ആക്കുമ്പോൾ തന്നെ മുകൾ ഭാഗത്ത് തള്ളി നിൽക്കുന്ന ക്രീമുകൾ ഉണ്ടാവില്ലേ, അത് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് തന്നെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാലറ്റ് നൈഫ് ക്ലിയർ ചെയ്യാൻ അതിൻ്റെ മുകളിലുള്ള ക്രീം ഒന്ന് തുടക്കാനും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ആ ക്രീം ഇതിൻ്റെ മുകളിലുള്ള ക്രീം വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാനൊരു വിധം എല്ലാ ഭാഗങ്ങളും ഒന്ന് സൈഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രാപ്പർ വെക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ കേക്കിന് ഫിനിഷിങ് വരും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകരുത് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് റൗണ്ട് ചെയ്ത് പോകുമ്പോൾ ആ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എഡ്ജ് കറക്റ്റ് ചെയ്ത് ഷേപ്പാക്കി വെക്കണം കേട്ടോ. എഡ്ജിൻ്റെ അവിടെ ക്രീമൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് ക്രീമൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ താഴ്ന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ട്രിപ്പും നമ്മൾ സൈഡ് ക്ലിയർ ചെയ്യുന്നതനുസരിച്ചിട്ട് മുകൾ ഭാഗത്ത് നിന്ന് ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കേക്കിൻ്റെ സൈഡിൽ നമ്മൾ ഒരു ഡിസൈൻ പോലത്തുള്ള സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫിനിഷിങ് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പാക്കി എടുത്താലും മതി കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതാക്കി വെച്ചതിന് ശേഷം ഞാൻ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം കേട്ടോ പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഞാൻ കേക്കിൻ്റെ മുകളിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വെക്കുകയാണ് നല്ലത്. കാരണം കൂടുതൽ നമ്മൾ ഫ്ലവറിലൊക്കെ തന്നെ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കണ സമയത്തിന് കുറച്ച് മുന്നെയാണ് പൂക്കളൊക്കെ വെക്കുക നല്ലത് കേട്ടോ. അപ്പോൾ ഒലീവിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഞാനിതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 ഡ്രോപ്പെങ്കിലും ഇട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫ്ലവർ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടുവിൽ ഞാൻ പർപ്പിൾ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഫില്ലാവുന്ന രീതിയിൽ ഒലീവിൻ്റെ കളറും അതുപോലെ പർപ്പിൾ കളറും വൈറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടോ ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പർപ്പിൾ കളറും ഗ്രീൻ കളറൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗങ്ങളും ഫില്ലാവുന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫില്ലാവാത്ത ഭാഗങ്ങൾ നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡ്രോപ്പ് പോലത്തെ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പടിഞ്ഞാക്കര ഗ്രൂപ്പിൻ്റെ ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സൈഡിലൊരു ബോർഡറും വെച്ച് കൊടുത്ത് പിന്നെ ചെറിയ ഷുഗർ സിറപ്പിൻ്റെ ബോളും ഇട്ട് കൊടുത്തപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ കേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. മിക്കതും കേക്കിൻ്റെ തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ.